നമസ്കാരം. മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ UAE-യിൽ. വിവിധ മേഖലയിൽ ഇന്ത്യയും UAE-യുമായുള്ള വിവിധ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച് UAE രാഷ്ട്ര നേതാക്കളുമായി ചർച്ച. ഇറാൻ US നയതന്ത്ര പ്രതിനിധി ചർച്ചകൾ ഇസ്ലാമാബാദിൽ. ചർച്ചകൾ ട്രംപിന്റെ നിർദ്ദേശങ്ങളുടെ ചുവട് പിടിച്ചെന്ന് വൈസ് പ്രസിഡന്റ് JD വാൻസ്. ഇറാൻ പ്രതിനിധി സംഘം പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായി കൂടിക്കാഴ്ച നടത്തി. മധ്യസ്ഥരായി പാക് സേനാ മേധാവി അസീം മുനീർ. ചർച്ചയിൽ വിദേശ ബാങ്കുകളിലുള്ള ഇറാന്റെ മരവിപ്പിച്ച സ്വത്തുക്കൾ വിട്ടു നൽകിയേക്കും. സ്ഥിരീകരിക്കാതെ അമേരിക്ക. വെടിനിർത്തലിനായി ഇസ്രായേൽ ലെബനോൺ ചർച്ച ചൊവ്വാഴ്ച വാഷിംഗ്ടണിൽ. പോളിംഗ് ശതമാനം കൂടിയതോടെ കൂട്ടലും കിഴിക്കലുമായി മുന്നണികൾ. ഭൂരിപക്ഷം കുറഞ്ഞാലും ഭരണ തുടർച്ച ഉറപ്പിച്ചിടതു മുന്നണി. കൊടുവള്ളി, വടകര, നാദാപുരം, കോഴിക്കോട് സൗത്ത് മണ്ഡലങ്ങൾ നഷ്ടമാകുമെന്ന് CPM ജില്ലാ സെക്രട്ടേറിയറ്റ്. അമ്പലപ്പുഴയിലെയും തിരൂരിലെയും വിജയം ഉറപ്പില്ലെന്നും കണ്ണൂരിൽ 2 സീറ്റ് നഷ്ടപ്പെടുമെന്നും വിലയിരുത്തൽ. ആത്മവിശ്വാസത്തിൽ UDF. കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള പ്രസ്താവനകൾ ഒഴിവാക്കണമെന്ന് നേതാക്കൾ. ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കരുതെന്ന് K മുരളീധരൻ. FC അറബിലിനും BJPക്കുമെതിരെ ദീപിക മുഖപത്രം. PC ജോർജിനും മകനും വിമർശനം. തീവ്രവാദത്തിനെതിരായ നീക്കങ്ങൾക്കുള്ള പിന്തുണ എന്ത് അക്രമത്തിനുള്ള ബ്ലാങ്ക് ചെക്ക് അല്ലെന്ന് മുഖപ്രസംഗം. ഭീഷണിയുമായി വരുന്ന പ്രാദേശിക രാഷ്ട്രീയ കവലച്ചട്ടമ്പികളും അതും മറക്കരുതെന്ന് വിമർശനം. കവലച്ചട്ടമ്പി എന്ന് ഉദ്ദേശിച്ചത് ഫാരിസ് അബൂബക്കറിന്റെ വാപ്പയായിരിക്കുമെന്ന് PC ജോർജ്. ക്രിസ്ത്യാനികളുടെ മുഖപത്രം എന്ന ലേബലിൽ BJPയെ വിമർശിക്കേണ്ട എന്ന് ഷോൺ ജോർജ്. ഭീഷണിപ്പെടുത്തിയാൽ നേരിടുമെന്ന് VD സതീശൻ. കുംഭമേളയിലെ വൈറൽ താരത്തിന്റെ വിവാഹത്തിൽ പ്രതിരോധത്തിലായി CPM. മധ്യപ്രദേശ് പോലീസ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തതോടെ കേരളത്തിലെ പാർട്ടി നേതൃത്വവും വെട്ടിൽ. രക്തഹാരവും പൂച്ചെണ്ടും നൽകി സ്വീകരിച്ചത് MV ഗോവിന്ദൻ, V ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള CPM നേതാക്കൾക്ക് സ്വയം വിമർശനം നടത്തേണ്ട ഒന്നും സംഭവിച്ചില്ലെന്ന് MA ബേബി. CPM നേതാക്കൾക്കെതിരെ BJPയും രംഗത്ത്. മൈജി മലയാളീസ് മാൻഡേറ്റ് സമർപ്പിക്കുന്നത് മൈജിയാണ് ഫ്യൂച്ചർ. പവേർഡ് ബൈ ജോയിൻ ഇന്ത്യസ് #1 കൊമേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് IIC ലക്ഷ്യ ഇൻ അസോസിയേഷൻ വിത്ത് VKC ഇന്ത്യസ് പ്രൈഡ്. കണ്ണൂരിൽ LDFന്റെ ആദ്യഘട്ട കണക്കെടുപ്പ് പൂർത്തിയായപ്പോൾ ഇത്തവണ കോട്ടമെന്നാണ് വിവരങ്ങൾ. കണ്ണൂരിലെ സിറ്റിംഗ് സീറ്റുകളിൽ 2 എണ്ണം നഷ്ടമായേക്കുമെന്ന് വിലയിരുത്തൽ. ഭൂരിപക്ഷം കുറയുമെന്നും കണക്കുകൂട്ടൽ. 11 സീറ്റിൽ 9 നേടിയാണ് 2021 കണ്ണൂരിലെ ഇടത് തേരോട്ടം. CPM വിമതർ അഗ്നിപരീക്ഷ ഉയർത്തിയ പയ്യന്നൂരും തളിപ്പുറവും വിജയിക്കുമെന്നതാണ് CPMന്റെ കണക്കുകൂട്ടൽ. എന്നാൽ ഭൂരിപക്ഷം കുറയും. കല്യാശ്ശേരിയും ധർമ്മടവും തലശ്ശേരിയും കൂത്തുപറമ്പും നിലനിർത്തുമെന്നും വിലയിരുത്തലുണ്ട്. പേരാവൂരിൽ പ്രവചനാതീതമാണ് മത്സരം. നേരിയ ഭൂരിപക്ഷത്തിലെങ്കിലും KK ശൈലജ വിജയിക്കുമെന്ന പ്രതീക്ഷയാണ് നേതൃത്വത്തിന്. കഴിഞ്ഞ 2 തവണ വിജയക്കൊടി പാറിച്ച കണ്ണൂർ മണ്ഡലം കൈവിടുമോ എന്ന കടുത്ത ആശങ്കയും LDFനുണ്ട്. കോൺഗ്രസ് എസിന് നൽകിയ സീറ്റിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ് മത്സരിച്ചത്. സുധാകര പക്ഷത്തിന്റെ വോട്ടുറപ്പിക്കാനായാൽ UDF സ്ഥാനാർത്ഥിക്ക് സുനിശ്ചിത വിജയമെന്നതാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ. മുസ്ലിം ലീഗിൽ നിന്ന് പിടിച്ചെടുത്ത അഴീക്കോട് മണ്ഡലം KV സുമേഷിലൂടെ നിലനിർത്തുക അത്ര എളുപ്പമല്ലെന്നാണ് LDF വിലയിരുത്തൽ. KM ഷാജി മത്സരിച്ച മണ്ഡലത്തിൽ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കരീം ചേലേരിയാണ് ഇത്തവണ UDF സ്ഥാനാർത്ഥി. രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ്, PK ശമലയുടെ സ്ഥാനാർത്ഥിത്വം തുടങ്ങിയവ അണികൾക്കിടയിൽ പോലും സംശയാസ്പദ ചർച്ചകൾക്കിടയാക്കിയെന്നതാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. അമൃത ന്യൂസ്, കണ്ണൂർ. കോഴിക്കോട് 4 സീറ്റ് നഷ്ടപ്പെടുമെന്ന് CPM ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ. കൊടുവള്ളി, വടകര, നാദാപുരം, കോഴിക്കോട് സൗത്ത് എന്നീ മണ്ഡലങ്ങൾ നഷ്ടമാകുമെന്നാണ് CPM ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ. കഴിഞ്ഞ തവണ 2 സീറ്റുകളാണ് ജില്ലയിൽ CPMന് നഷ്ടമായത്. കോഴിക്കോട് ജില്ലയിൽ ആകെ 13 നിയമസഭാ മണ്ഡലങ്ങൾ ഉള്ളതിൽ കഴിഞ്ഞ തവണ 11 എണ്ണത്തിൽ വിജയിക്കാൻ LDFനായിട്ടുണ്ട്. വടകരയും കൊടുവള്ളിയും മാത്രമാണ് നഷ്ടമായത്. കോൺഗ്രസിന് കൈപ്പത്തി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ പോലും മത്സരിപ്പിച്ച് വിജയിപ്പിക്കാനാകാത്തതും ക്ഷീണമായിരുന്നു. എന്നാൽ കോൺഗ്രസ് തിരിച്ചുവരവിന്റെ പാതയിലാണെന്ന യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയുള്ളതാണ് CPIM ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ. നേരത്തെ നഷ്ടമായ കോഴിക്കോട്, കൊടുവള്ളി കൂടാതെ വർഷങ്ങളായി LDF വിജയിച്ചു വരുന്ന നാദാപുരം നഷ്ടപ്പെടും.
CPIയുടെ വസന്തത്തിനെതിരെ കരുത്തനായ സ്ഥാനാർത്ഥിയായിരുന്നു KM അഭിജിത്ത് എന്നാണ് വിലയിരുത്തൽ. പി വസന്തത്തെ സ്ഥാനാർത്ഥിയാക്കിയ സമയത്തെ CPIയിലെ ആഭ്യന്തര കലഹങ്ങളും തിരിച്ചടിയായി എന്ന് കണക്കുകൂട്ടുന്നു. കോഴിക്കോട് സൗത്ത് മണ്ഡലമാണ് നഷ്ടപ്പെടുന്ന മറ്റൊരു മണ്ഡലമായി CPIM വിലയിരുത്തുന്നത്. നിലവിലെ സിറ്റിംഗ് MLA അഹമ്മദ് ദേവർകോവിൽ പരാജയപ്പെടും. UDFന്റെ സ്ഥാനാർത്ഥിയായി ഫൈസൽ ബാബു എത്തിയതോടെ മത്സരം കടുത്തു. BJPയുടെ സ്ഥാനാർത്ഥി T രനീഷ് കരുത്തനായതിനാൽ ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം UDFനെയാണ് പിന്തുണയ്ക്കുക എന്നും CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് കണക്കുകൂട്ടുന്നു. ബാലുശ്ശേരി, കുറ്റ്യാടി, പേരാമ്പ്ര, കുന്നമംഗലം ഇങ്ങനെ ജില്ലയിലെ പല മണ്ഡലങ്ങളിലും ശക്തമായ പോരാട്ടമാണ് നടന്നത്. വിവിധ മണ്ഡലം കമ്മിറ്റികൾ നൽകിയ കണക്കുകൾ ഉൾപ്പെടെ വെച്ചാണ് CPIMന്റെ വിലയിരുത്തൽ. MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്. കോൺഗ്രസിനുള്ളിൽ നടക്കുന്ന മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രി ചർച്ചകളും പരസ്യമായ അഭിപ്രായ പ്രകടനങ്ങളും ഒഴിവാക്കണമെന്ന് നേതാക്കൾക്കിടയിൽ പൊതുവികാരം. ഏകപക്ഷീയമായ പ്രസ്താവനകൾ നടത്തുന്നതിൽ നിന്നും പിന്തിരിയണമെന്നും നേതൃത്വം ചർച്ച ചെയ്തെടുക്കേണ്ട തീരുമാനമാണെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. വോട്ടെടുപ്പിന്റെ പിറ്റേ ദിവസം മുതൽ കോൺഗ്രസിനുള്ളിൽ തലപൊക്കിയിരിക്കുന്ന മുഖ്യമന്ത്രി ചർച്ചകളിൽ നേതൃത്വത്തിന് പൊതുവെ അതൃപ്തിയാണുള്ളത്. എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസാണ് തുടക്കമിട്ടത്. എറണാകുളം ജില്ലയിൽ നിന്ന് തന്നെ ആകണം അടുത്ത മുഖ്യമന്ത്രി എന്ന VD സതീശനെ ലക്ഷ്യമിട്ട് മുഹമ്മദ് ഷിയാസ് പരസ്യമായി പ്രതികരിച്ചപ്പോൾ തന്നെ അത്തരം ചർച്ചകൾ നിരുത്സാഹപ്പെടുത്തി നേതാക്കൾ രംഗത്ത് വന്നിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി ചർച്ചയിലേക്ക് പോയി ജനങ്ങളെ കൊണ്ട് അനാവശ്യമായി പറയിപ്പിക്കരുത് എന്ന മുന്നറിയിപ്പാണ് K മുരളീധരൻ നൽകുന്നത്. 4-ാം തീയതി കഴിഞ്ഞാൽ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കും. അതൊക്കെ കോൺഗ്രസ് പാർട്ടി എടുക്കേണ്ട തീരുമാനമാണ്. അതുകൊണ്ട് ഞാൻ ഏകപക്ഷീയമായിട്ടുള്ള അഭിപ്രായങ്ങൾ ആരും പറയുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. മാത്രമല്ല അങ്ങനെ ചർച്ചയിലേക്ക് പോകുന്നതിന് ശരിയല്ല. ജനം എന്ത് പറയും? ഇത്തരം ചർച്ചകളെ വിമർശിച്ച് മുതിർന്ന നേതാവ് KC ജോസഫും സാമൂഹ്യ മാധ്യമത്തിലൂടെ രംഗത്ത് വന്നിരുന്നു. ഹൈക്കമാൻഡാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നും ഇപ്പോൾ മുഖ്യമന്ത്രി ചർച്ചകൾ നടത്തേണ്ടതില്ല എന്നും രമേശ് ചെന്നിത്തലയും ചൂണ്ടിക്കാട്ടി. അതെല്ലാം ഹൈക്കമാൻഡ് തീരുമാനിക്കും. അല്ലാണ്ട് ഇവിടെ ഒരു ചർച്ച ആരും നടത്തിയിട്ടില്ല. ചർച്ച ഉണ്ടാകരുത് എന്നുള്ള നിർബന്ധ ബുദ്ധി ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഇതുപോലെ പാർട്ടിയും UDFും ഒന്നിച്ച് പ്രവർത്തിച്ച ഒരു കാലഘട്ടം ഉണ്ടാവില്ല. 100 സീറ്റുകൾ നേടി അധികാരത്തിൽ വരുമെന്ന ആത്മവിശ്വാസം ആവർത്തിക്കുകയാണ് UDF നേതാക്കൾ. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ചർച്ചകളും തകൃതിയായി നടക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. FCRA ഭേദഗതിക്കും BJPക്കുമെതിരെ ദീപിക ദിനപത്രത്തിന്റെ എഡിറ്റോറിയൽ വീണ്ടും വിമർശനം. ഭീഷണിയുടെ സ്വരത്തെ ഭയക്കുന്നതല്ല കത്തോലിക്കാ സഭയുടെ പാരമ്പര്യം എന്നാണ് എഡിറ്റോറിയൽ സൂചിപ്പിക്കുന്നത്. തീവ്രവാദത്തിനെതിരായ നീക്കങ്ങൾക്ക് നൽകുന്ന പിന്തുണ എന്ത് അക്രമത്തിനുമുള്ള ബ്ലാങ്ക് ചെക്കല്ല. ഭീഷണിയുമായി വരുന്ന കേരളത്തിലെ പ്രാദേശിക രാഷ്ട്രീയ കവലച്ചട്ടമ്പികളും അത് മറക്കരുതെന്നും എഡിറ്റോറിയൽ വിമർശിക്കുന്നു. ഇന്നലെ ബിഷപ്പുമാർക്കും ദീപിക ദിനപത്രത്തിനുമെതിരെ PC ജോർജ് നടത്തിയ വിമർശനങ്ങൾക്ക് പിന്നാലെയാണ് ഇന്ന് എഡിറ്റോറിയലിലെ രൂക്ഷ വിമർശനം. കാതോലിക്ക സഭയെ വരുതിയിൽ നിർത്താനുള്ള അമേരിക്കയുടെ നീക്കത്തിനെതിരെ വിശുദ്ധ വാരത്തിൽ മാർപ്പാപ്പ ശക്തമായി പ്രതികരിച്ചതിനെ പരാമർശിച്ചുകൊണ്ടാണ് FCRA വിഷയത്തിൽ BJPക്കെതിരെ ദീപിക എഡിറ്റോറിയൽ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. യുദ്ധക്കൊതിയന്മാരുടെ പ്രാർത്ഥന ദൈവം കേൾക്കില്ലെന്ന് മാത്രമല്ല, നിങ്ങളുടെ കൈകൾ രക്തം പുരണ്ടതാണെന്ന് അവൻ പറയുകയും ചെയ്യും. ഇതാണ് ഏകാധിപതികൾക്കും ജനാധിപത്യ പ്രച്ഛന്നവേഷക്കാരായ ഏകാധിപതികൾക്കുമുള്ള കത്തോലിക്ക സഭയുടെ മറുപടി. ആഗോള തീവ്രവാദത്തിനും ഏകാധിപത്യങ്ങൾക്കും എതിരായ നീക്കങ്ങളെ പിന്തുണയ്ക്കുന്നത് ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്ന കേരളത്തിലെ പ്രാദേശിക രാഷ്ട്രീയ കവലച്ചട്ടമ്പികളും മറക്കരുതെന്നും എഡിറ്റോറിയൽ പറയുന്നു. 2ാം ലോക മഹായുദ്ധകാലത്തെ കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യത്തിനെതിരെ മാർപ്പാപ്പ എടുത്ത ധീരമായ നിലപാടിനെയും എഡിറ്റോറിയൽ പരാമർശിക്കുന്നു. ഭീഷണികളുടെയും ഏകാധിപത്യങ്ങളുടെയും സ്വരങ്ങൾക്ക് കത്തോലിക്ക സഭ വഴങ്ങില്ലെന്ന നിലപാട് തന്നെയാണ് ദീപിക ചൂണ്ടിക്കാട്ടുന്നത്. അനീതിക്കെതിരെ ശബ്ദിക്കരുത് എന്നാണ് കേരളത്തിലെ രാഷ്ട്രീയ ഭിക്ഷാംദേഹികളും പറയുന്നത്. എല്ലാവർക്കും വേണ്ടിയാണെന്ന് പറഞ്ഞു പാസാക്കുന്ന നിയമങ്ങൾ ന്യൂനപക്ഷങ്ങളെ മാത്രം വേട്ടയാടിയ ഉദാഹരണങ്ങൾ നിരവധിയുണ്ട്. FCRAയെക്കുറിച്ച് മിണ്ടിപ്പോകരുതെന്ന ഭീഷണിയുമായി ഏത് രാഷ്ട്രീയ അവസരവാദി മുണ്ടുമടക്കി കുത്തി വന്നാലും നിലപാടിന് മാറ്റമില്ല. നിയമ ഭേദഗതികൾ പാർലമെന്റിൽ പോലും ചർച്ച ചെയ്യില്ല. ഞങ്ങളത് നടപ്പാക്കും, നിങ്ങളാരാ ചോദിക്കാൻ, ഭരണകൂടത്തിന്റെ മര്യാദയ്ക്ക് നിങ്ങളെയൊക്കെ ചുമക്കുന്നു എന്നേയുള്ളൂ തുടങ്ങി PC ജോർജിന്റെ പല സമയങ്ങളിലെ പരാമർശങ്ങളെയും പ്രസ്താവനകളെയും എഡിറ്റോറിയലിൽ പരോക്ഷമായി വിമർശിച്ചിട്ടുണ്ട്. ഭീഷണികളിൽ നിശബ്ദരാകില്ല. കായികശേഷിയോ അംഗബലമോ അല്ല സഭയുടെ കരുത്ത്. അധികാരമുഷ്കിൽ മനുഷ്യത്വത്തിന്റെ കഴുത്തുഞ്ഞെരിക്കാൻ ശ്രമിച്ച നിരവധി പ്രേതങ്ങൾ ചരിത്രത്തിലുടനീളം ആട്ടും തുപ്പുമേറ്റ് കിടപ്പുണ്ട് എന്നും എഡിറ്റോറിയൽ ഓർമ്മിപ്പിക്കുന്നു. ദീപിക ദിനപത്രത്തിനും കാത്തോലിക്ക സഭയിലെ ബിഷപ്പുമാർക്കുമെതിരെ BJP നേതാവ് PC ജോർജ് ഇന്നലെ നടത്തിയ വിമർശനങ്ങൾക്ക് പിന്നാലെയാണ് ദീപിക മുഖപ്രസംഗത്തിലെ വിമർശനം. ഏതായാലും FCRA അടക്കം ന്യൂനപക്ഷങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ഭീഷണിയുടെ സ്വരങ്ങൾക്ക് വഴങ്ങില്ലെന്ന സഭയുടെ നിലപാട് തുറന്നെഴുതിയിരിക്കുകയാണ് ദീപിക മുഖപ്രസംഗത്തിൽ.
അമൃത ന്യൂസ്, കോട്ടയം. കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ PC ജോർജ് അടയാളപ്പെടുത്തിയിട്ടുള്ള വർഗീയ അധിക്ഷേപ പരാമർശങ്ങൾക്ക് കണക്കില്ല. തിരഞ്ഞെടുപ്പിന്റെ തൊട്ടുപിന്നാലെ PC-യും മകൻ ഷോൺ ജോർജും കത്തോലിക്ക സഭാ നേതൃത്വത്തിനും ദീപിക ദിനപത്രത്തിനുമെതിരെ നടത്തിയ പരാമർശങ്ങൾ അതിന്റെ തുടർച്ചയായിരുന്നു. അധിക്ഷേപ പരാമർശത്തിനെതിരെ ദീപിക വീണ്ടും മുഖപ്രസംഗം എഴുതിയതോടെ PC ദീപിക പോരുകടുത്തു. വിഷയത്തിൽ നിലപാട് പ്രഖ്യാപിച്ച് കോൺഗ്രസും രംഗത്ത് വന്നതോടെ ഇത് രാഷ്ട്രീയ ചർച്ചാ വിഷയമായി മാറി. ഷോണിന്റെ പ്രസ്താവന മധ്യസ്ഥ വിമർശനമാണെന്ന് പറഞ്ഞ BJP PC ജോർജിന്റെ പ്രസ്താവനയ്ക്ക് അദ്ദേഹം തന്നെ വിശദീകരണം നൽകുമെന്നും മറുപടി നൽകി. ദീപിക പത്രത്തിന്റെ നിലപാടിനെതിരെ ഷോൺ ജോർജ് ഇന്നും വിമർശനം തുടർന്നു. വീക്ഷണത്തിന് സമാനമായ ജോലിയാണ് ദീപിക ചെയ്യുന്നതെന്ന് ഷോൺ തുറന്നടിച്ചു. വീക്ഷണത്തിൽ വരുന്ന ഒരു എഡിറ്റോറിയലിന് ഞാൻ മറുപടി പറയേണ്ട കാര്യമില്ലാത്ത പോലെ തന്നെയാണ് കഴിഞ്ഞ 2 മാസക്കാലം 6 മാസക്കാലമായി വീക്ഷണവും ദീപികയും ചെയ്യുന്ന ജോലി ഒന്നാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് അവർ വിമർശിക്കണം, കുഴപ്പമില്ല. പക്ഷേ അതിന് ക്രിസ്ത്യാനിയുടെ കെയർ ഓഫിൽ വിമർശിക്കേണ്ട. ക്രൈസ്തവ മുഖപത്രം എന്ന നിലയിൽ ആ വിമർശനത്തെ കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കാരണം കോൺഗ്രസിന് വേണ്ടി വിടുപണി ചെയ്യുകയാണ്. സഭാ മേലധ്യക്ഷന്മാരെ കടുത്ത ഭാഷയിൽ വിമർശിച്ച PC ജോർജ് ഇന്ന് അനന്തേശ്വരവുമായി പാലാ ബിഷപ്പിനെ സന്ദർശിച്ചു. എന്നാൽ ദീപികയ്ക്കെതിരെ ആക്രമണം മയപ്പെടുത്താൻ തയ്യാറായില്ല. ദീപിക എന്നെ പാരിസ് പത്രം അതിൻ്റെ കാര്യം എന്നോട് ചോദിക്കല്ലോ കേട്ടോ. അത് അവരുടെ വാപ്പായെ പറ്റി എഴുതിയിരിക്കുന്നു. അത് പാരിസ് ആണല്ലോ. പാരിസ് പത്രമല്ലേ, അവൻ്റെ വാപ്പായെ പറ്റി അവൻ എഴുതുന്നതാണ്. PC ജോർജിന്റെയും ഷോണിന്റെയും പരാമർശങ്ങൾ സഭയിലെ ഒരു വിഭാഗത്തിന് അവമതിപ്പുണ്ടാക്കിയിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ. ഇരുവരുടെയും നിലപാടിനെതിരെ ശക്തമായ ഭാഷയിൽ വിമർശനവുമായി കോൺഗ്രസും രംഗത്ത് വന്നു. സഭാ നേതൃത്വത്തെ ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കാമെന്ന് ആരും കരുതേണ്ടെന്ന PC ജോർജിന് രമേശ് ചെന്നിത്തലയുടെ മറുപടി. ഇവിടെ ഭീഷണിപ്പെടുത്തി വരുതിക്ക് നിർത്തിക്കളയാം എന്നുള്ള തെറ്റിദ്ധാരണ BJPക്ക് വേണ്ട. ഇത് കേരളത്തിലെ ജനങ്ങൾ അംഗീകരിച്ചു കൊടുക്കുന്ന ഒന്നല്ല. കേരളത്തിലെ മതേതര വിശ്വാസികൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇത്തരം ഭീഷണികളെ ചെറുക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. കത്തോലിക്ക സഭയ്ക്കും ദീപിക ദിനപത്രത്തിനുമെതിരെ PC ജോർജും ഷോൺ ജോർജും നടത്തുന്ന അധിക്ഷേപം BJPയുടെ അറിവോടെയാണെന്ന് VD സതീശനും പറഞ്ഞു. സഭയ്ക്കും ദീപിക പത്രത്തിനുമെതിരെയുള്ള നീക്കങ്ങളെ ചെറുക്കാൻ UDF മുന്നിലുണ്ടാകുമെന്നും സതീശൻ വ്യക്തമാക്കി. എന്നാൽ ഷോണിന്റെ പ്രതികരണം മാധ്യമ വിമർശനമെന്നായിരുന്നു BJPയുടെ വിശദീകരണം. അങ്ങനെ ദുർവ്യാഖ്യാനം നടത്താൻ പാകത്തിൽ രാഷ്ട്രീയ താല്പര്യം വെച്ച് മതത്തിൻ്റെ പേരിൽ പൊതുവെ അറിയപ്പെടുന്ന ഒരു മാധ്യമത്തെ ദുരുപയോഗം ചെയ്യുന്നതിനെതിരായിട്ടാണ് ശ്രീ ഷോൺ ജോർജ് പ്രതികരിച്ചത്. PC ജോർജിനെ പൂർണ്ണമായി ന്യായീകരിക്കാത്തതും ശ്രദ്ധേയമായി. അതിനെ സംബന്ധിച്ച് അദ്ദേഹം നിങ്ങളോട് വിശദീകരിക്കും. FCRIയിൽ ആശങ്ക പങ്കുവച്ചതാണ് PCയെയും മകനെയും പൊള്ളിച്ചത്. സഭയുമായി ബന്ധം സ്ഥാപിക്കാനുള്ള BJPയുടെ ശ്രമങ്ങളെ ഈ പ്രസ്താവനകൾ പ്രതിസന്ധിയിലാക്കുമോ എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉന്നയിക്കുന്ന ചോദ്യം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പശ്ചിമേഷ്യൻ സംഘർഷത്തിന് അയവ് വരുമോ എന്ന ആകാംക്ഷയിലാണ് ലോകം. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സമാധാന ചർച്ചകൾ പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ തുടങ്ങി. ഇരു രാജ്യങ്ങളുടെ പ്രതിനിധികളും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായി പ്രത്യേകം കൂടിക്കാഴ്ച നടത്തി. രാജ്യത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി പ്രതിനിധി സംഘം ധൈര്യപൂർവ്വം ചർച്ചകൾ നടത്തുമെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറഞ്ഞു. ജനങ്ങൾക്കുള്ള സേവനം ഒരു നിമിഷം പോലും അവസാനിക്കില്ല. ചർച്ചകളുടെ ഫലം എന്തു തന്നെയായാലും സർക്കാർ ജനങ്ങൾക്കൊപ്പം നിൽക്കുമെന്നും പെസഷ്കിയാൻ എക്സിൽ കുറിച്ചു. ഇസ്ലാമാബാദിൽ ചർച്ചകൾ നടക്കുന്നതിനിടെ ഹോർമൂസ് കടലിടുക്ക് ശുദ്ധീകരിക്കുന്ന പ്രക്രിയ ആരംഭിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അറിയിച്ചിട്ടുണ്ട്. ട്രംപിന്റെ അവകാശവാദത്തിന് പിന്നാലെ US യുദ്ധക്കപ്പലുകൾ ഹോർമൂസ് മുറിച്ചു കടന്നതായി US മാധ്യമം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. എന്നാൽ ഇറാൻ ഈ റിപ്പോർട്ട് നിഷേധിച്ചു. ഇനി ഗൾഫ് വാർത്തകൾ നോക്കാം. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ത്യൻ വിദേശകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ S ജയശങ്കർ UAE-യിലെത്തി. ഇന്ത്യയും UAE-യുമായുള്ള വിവിധ മേഖലകളിലെ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച് UAE രാഷ്ട്ര നേതാക്കളുമായി ഡോക്ടർ ജയശങ്കർ ചർച്ചകൾ നടത്തും. മൗറീഷ്യസ് സന്ദർശനം പൂർത്തിയാക്കിയാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി UAE-യിൽ എത്തിയത്. ഇക്കഴിഞ്ഞ ദിവസം കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക വകുപ്പ് മന്ത്രി ഹർദീപ് സിംഗ് പുരി ഖത്തറിൽ സന്ദർശനം നടത്തിയിരുന്നു. മേഖലയിലെ നിലവിലെ സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിൽ ഇരു മന്ത്രിമാരും GCC രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. കഴിഞ്ഞ വർഷം വിദേശ വിനോദസഞ്ചാരികൾ സൗദിയിൽ 15,990 കോടി റിയാൽ ചിലവഴിച്ചതായി ടൂറിസം മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക കണക്കുകൾ വെളിപ്പെടുത്തുന്നു. വിദേശ ടൂറിസ്റ്റുകൾ സൗദിയിലെത്തുന്ന ഏറ്റവും ഉയർന്ന വാർഷിക ധനവിനിയോഗമാണിത്. സൗദി ടൂറിസ്റ്റുകൾ വിദേശ രാജ്യങ്ങളിലും വിദേശ വിനോദസഞ്ചാരികൾ സൗദിയിലും നടത്തിയ ധനവിനിയോഗത്തെ അടിസ്ഥാനമാക്കിയുള്ള ബാലൻസ് ഓഫ് പേയ്മെന്റിലെ വാർഷിക മിച്ചം 4,940 കോടി റിയാലിലെത്തി. ഇത് ആഗോള വിനോദസഞ്ചാര കേന്ദ്രമെന്ന നിലയിൽ സൗദിയെ അറേബ്യയുടെ സ്ഥാനം കൂടുതൽ ഉറപ്പിക്കുന്നു.
UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം തമ്മിൽ കൂടിക്കാഴ്ച നടത്തി. അബുദാബിയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ നിലവിലെ സാഹചര്യങ്ങൾ സംബന്ധിച്ച് ഇരു നേതാക്കളും ആശയവിനിമയം നടത്തി. രാജ്യത്തിന്റെയും പൗരന്മാരുടെയും താമസക്കാരുടെയും സുരക്ഷയ്ക്കായി വിവിധ സൈനിക വിഭാഗങ്ങളുടെ സേവനത്തെ ഇരു നേതാക്കളും പ്രശംസിച്ചു. രാജ്യത്തിന്റെ പ്രതിരോധശേഷിയും ദൃഢനിശ്ചയവും മൂലം പ്രതിസന്ധികളെ അതിജീവിക്കാനായി എന്നും രാഷ്ട്ര നേതാക്കൾ പറഞ്ഞു. പ്രതിസന്ധികളും സംഘർഷവും നിറഞ്ഞ സാഹചര്യത്തിലും UAE നൽകുന്ന സുരക്ഷിതത്വത്തിനും കരുതലിനും നന്ദി അറിയിക്കുകയാണ് മലയാളികൾ അടക്കമുള്ള ഇന്ത്യൻ പ്രവാസി സമൂഹം. സ്വന്തം പൗരന്മാരോടും പ്രവാസികളെയും ചേർത്ത് നിർത്തിയ UAE ഭരണാധികാരികൾ വലിയൊരു മാതൃകയാണ് ലോകത്തിനു മുൻപിൽ കാട്ടിയത്. സമൂഹ മാധ്യമങ്ങളിൽ റീലുകളായും സന്ദേശങ്ങളായും നിറയുകയാണ് UAE എന്ന രാജ്യത്തോടും ഭരണാധികാരികളോടുമുള്ള പ്രവാസികളുടെ സ്നേഹവും നന്ദിയും. ഇറാൻ ഇസ്രായേൽ US യുദ്ധത്തിൽ നേരിട്ടോ അല്ലാതെയോ പങ്കാളിത്തമില്ലെങ്കിലും ഏറ്റവും കൂടുതൽ ആക്രമണ ശ്രമങ്ങൾ നേരിട്ടത് UAE ആണ്. എന്നാൽ തികഞ്ഞ സംയമനത്തോടെ രാഷ്ട്രത്തിന്റെയും ഇവിടെ കഴിയുന്നവരുടെയും സുരക്ഷ ഉറപ്പാക്കാൻ UAEയുടെ ഭരണ നേതൃത്വം ബദ്ധശ്രദ്ധരായിരുന്നു. ഷോപ്പിംഗ് മാളുകളിലും പൊതുസ്ഥലങ്ങളിലും സന്ദർശനം നടത്തി സാധാരണക്കാരുമായി സംവദിച്ച് UAE പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള രാഷ്ട്ര നേതാക്കൾ തങ്ങൾ ഒപ്പമുണ്ട് എന്ന ധൈര്യവും കരുതലും പൊതുജനങ്ങൾക്ക് പകർന്നു നൽകി. സ്വന്തം വീടായി തന്നെ UAEയെ കാണുന്ന മലയാളികൾ അടക്കമുള്ള ലക്ഷക്കണക്കിന് പ്രവാസികൾ ആ സ്നേഹത്തിനും സുരക്ഷിതത്വത്തിനും നന്ദി അറിയിക്കുകയാണ് ഇപ്പോൾ. റീലുകളായും സന്ദേശങ്ങളായും സമൂഹ മാധ്യമങ്ങളിൽ നൂറുകണക്കിന് നന്ദി പ്രകടനങ്ങളാണ് നിറയുന്നത്. ദുബായിലെ മൽഹാർ എന്ന സാംസ്കാരിക കൂട്ടായ്മ ഈയിടെ പോസ്റ്റ് ചെയ്ത വീഡിയോ ഇതിനകം വൈറലായി മാറി. ഇന്ത്യൻ സംഗീത ഉപകരണങ്ങൾ കൊണ്ട് UAE ദേശീയഗാനം വായിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ഈ വീഡിയോ UAE ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദുബായ് കിരീടാവകാശിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം നന്ദി എന്നെഴുതി സമൂഹ മാധ്യമത്തിൽ ഷെയർ ചെയ്തു. UAEയിലെ ഇന്ത്യൻ എംബസിയുടെ ഇൻസ്റ്റാഗ്രാം പേജിലും ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. UAEയോടുള്ള ഐക്യദാർഢ്യ പ്രഖ്യാപനമായി വീടുകളിലും സ്ഥാപനങ്ങളിലും ദേശീയ പതാക ഉയർത്തണമെന്ന UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ ആഹ്വാനവും പ്രവാസികൾ അടക്കമുള്ളവർ ആവേശത്തോടെയാണ് ഏറ്റെടുത്തത്. ലോകമെങ്ങു നിന്നുമുള്ളവർക്ക് അഭയവും ഉപജീവന മാർഗവും നൽകുന്ന പൗരന്മാർക്കൊപ്പം പ്രവാസികളെയും ചേർത്ത് നിർത്തിയ പാരമ്പര്യവും ചരിത്രവുമാണ് UAE ഉൾപ്പെടെയുള്ള GCC രാജ്യങ്ങൾക്കുള്ളത്. രാജ്യങ്ങൾ തമ്മിലുള്ള ഔദ്യോഗിക നയതന്ത്ര ബന്ധങ്ങൾക്കപ്പുറം നിൽക്കുന്ന ഊഷ്മളതയുള്ള ആ കരുതൽ ഇനിയും തുടരുക തന്നെ ചെയ്യും. ശ്രീരാജ് കൈമൾ, അമൃത ന്യൂസ്, ദുബായ്. UAEയിൽ മഴയ്ക്ക് സാധ്യതയെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. രാജ്യത്ത് പകൽ മൂടിക്കെട്ടിയ കാലാവസ്ഥയായിരുന്നു. ചിലയിടങ്ങളിൽ നേരിയ തോതിൽ മഴ പെയ്തു. വടക്ക് കിഴക്ക് തെക്ക് കിഴക്ക് ദിശകളിൽ നിന്നും കാറ്റിനും സാധ്യതയുണ്ട്. പൊടിക്കാറ്റിന് സാധ്യതയുള്ളതിനാൽ വാഹനയാത്രക്കാർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. എന്നാൽ രാജ്യത്ത് ചൂടിന് കുറവുണ്ടാകില്ല എന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത്. ദുബായിൽ കൂടിയ താപനില 31 ഡിഗ്രിയും കുറഞ്ഞത് 23 ഡിഗ്രി സെൽഷ്യസുമായിരിക്കും. അബുദാബിയിൽ 23 ഡിഗ്രി മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില രേഖപ്പെടുത്തും. കുവൈറ്റിൽ വായു നിലവാരം മികച്ച രീതിയിൽ തുടരുന്നതായി പരിസ്ഥിതി പൊതു അതോറിറ്റി. അന്തരീക്ഷത്തിലെ മലിനീകരണ തോത് പ്രകാരം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയില്ലെന്നും അതോറിറ്റി വ്യക്തമാക്കി. ഫഹാഹിൽ, റുമൈദിയ, സബാഹൽ സലൈം തുടങ്ങിയ പ്രദേശങ്ങളിലെ മോണിറ്ററിംഗ് സ്റ്റേഷനുകളിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ പ്രകാരമാണ് ഈ കണ്ടെത്തൽ. റിയാദിലെ വെയർ ഹൌസിൽ നിന്നും 2024 ലഹരിമരുന്ന് കണ്ടെത്തിയ കേസിൽ ഉൾപ്പെട്ട 1.5 വർഷത്തോളം ജയിലിൽ കഴിഞ്ഞ 5 മലയാളികളും ഒരു UP സ്വദേശിയും ഉൾപ്പെടെ 6 പേർക്ക് സൗദി കോടതിയിൽ നിന്നും നീതി. ദുബായിൽ നിന്നും എത്തിയ പാഴ്സലിൽ ലഹരിമരുന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് പാഴ്സൽ സ്വീകരിക്കാനെത്തിയ പാകിസ്ഥാനി പൗരനെ പിന്തുടർന്നെത്തിയ പോലീസ് സംഘം വെയർ ഹൌസിലുണ്ടായിരുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള ജീവനക്കാരെയും അറസ്റ്റ് ചെയ്യുകയായിരുന്നു. സാമൂഹിക പ്രവർത്തകൻ സിദ്ദിഖ് തുവൂരിന്റെ ഇടപെടലിലൂടെ അഭിഭാഷക ഡോക്ടർ റെന അബ്ദുൾ അസീസ് നടത്തിയ 13 സിറ്റിംഗുകൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഇവരുടെ നിരപരാധിത്വം തെളിയിക്കപ്പെട്ടത്. കോടതി ഇവരെ വെറുതെ വിട്ടെങ്കിലും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ മേൽക്കോടതിയുടെ വിധി കൂടി അനുകൂലമാകേണ്ടതുണ്ട്. അതേസമയം കേസിൽ ഉൾപ്പെട്ട മറ്റു 3 മലയാളികൾക്ക് ഇതുവരെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിയാത്തതിനാൽ അവർ ഇപ്പോഴും ജയിലിൽ തുടരുന്നു.
കുവൈറ്റിൽ വാണിജ്യ സ്ഥാപനങ്ങളിൽ നടത്തിയ പരിശോധനയിൽ 93 നിയമലംഘനങ്ങൾ കണ്ടെത്തി. ഫർവാനിയ, ക്യാപിറ്റൽ, അൽ അഹമ്മദി തുടങ്ങിയ ഗവർണറേറ്റുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ പ്രത്യേക ഫീൽഡ് ക്യാമ്പയിനുകളിലാണ് നടപടി. ഉപഭോക്തൃ സംരക്ഷണം ഉറപ്പാക്കുന്നതിനും വാണിജ്യ ലൈസൻസ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനുമായിരുന്നു പരിശോധന നടന്നത്. ഫർവാനിയ നടത്തിയ പരിശോധനയിൽ 30 നിയമലംഘനങ്ങളാണ് കണ്ടെത്തിയത്. സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ കഴിഞ്ഞ വർഷം ഒപ്പുവെച്ച സംയുക്ത പ്രതിരോധ കരാറിന്റെ ഭാഗമായി പാകിസ്ഥാൻ സേന കിഴക്കൻ പ്രവിശ്യയിലെ കിങ് അബ്ദുൾ അസീസ് വ്യോമതാവളത്തിലെത്തിയതായി സൗദി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. സംയുക്ത സൈനിക ഏകോപനം ശക്തിപ്പെടുത്താനും ഇരു രാജ്യങ്ങളുടെയും സായുധ സേനകൾ തമ്മിലുള്ള പ്രവർത്തന സന്നദ്ധതയുടെ നിലവാരം ഉയർത്താനും അതുവഴി പ്രാദേശിക അന്തർദേശീയ തലങ്ങളിൽ സുരക്ഷയും സ്ഥിരതയും പിന്തുണയ്ക്കാനും ലക്ഷ്യമിട്ട് സൗദിയിലെത്തിയ പാകിസ്ഥാൻ സേനയിൽ വ്യോമസേനയിൽ നിന്നുമുള്ള യുദ്ധവിമാനങ്ങളും പിന്തുണ വിമാനങ്ങളും ഉൾപ്പെടുന്നു. 2025 സെപ്റ്റംബർ 17 റിയാദിൽ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹ്ബാസ് ഷെരീഫും ഒപ്പുവെച്ച സംയുക്ത പ്രതിരോധ കരാറിലൂടെ സൗദി അറേബ്യയും പാകിസ്ഥാനും തങ്ങളുടെ പ്രതിരോധ പങ്കാളിത്തം വികസിപ്പിച്ചു. ഏതെങ്കിലും ഒരു രാജ്യത്തിന് നേരെയുള്ള ഏതൊരു വൈദേശിക സായുധ ആക്രമണവും ഇരു രാജ്യങ്ങൾക്കുമെതിരായ ആക്രമണമായി കണക്കാക്കുമെന്നും കരാർ വ്യവസ്ഥ ചെയ്യുന്നു. ഇമെയിൽ, ഫോൺ എന്നിവ വഴിയുള്ള സാമ്പത്തിക തട്ടിപ്പുകളെ കരുതിയിരിക്കണമെന്ന ദുബായ് പോലീസിന്റെ മുന്നറിയിപ്പ്. ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും പാസ്വേഡുകളും OTPകളും യാതൊരു കാരണവശാലും ആരുമായി പങ്കിടരുതെന്ന് പോലീസ് പൊതുജനങ്ങൾക്ക് നിർദ്ദേശം നൽകി. സർക്കാർ ഓഫീസുകളിൽ നിന്നും ബാങ്കുകളിൽ നിന്നുമാണെന്ന വ്യാജേനയാണ് സന്ദേശങ്ങളും കോളുകളും ലഭിക്കുന്നത്. അതിവേഗം ഇടപാടുകൾ പൂർത്തിയാക്കണമെന്ന രീതിയിലുള്ള സമ്മർദ്ദ തന്ത്രമാണ് തട്ടിപ്പുകാർ കൂടുതലും പിന്തുടരുന്നത്. സംശയമുള്ള ലിങ്കുകൾ ഓപ്പൺ ചെയ്യാനോ ആധികാരികതയില്ലാത്ത ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യാനോ പാടില്ലെന്നും അധികൃതർ ഓർമ്മിപ്പിക്കുന്നു. തട്ടിപ്പുകളെ കരുതിയിരിക്കുക എന്ന പേരിലുള്ള ബോധവൽക്കരണ ക്യാമ്പയിന്റെ ഭാഗമായാണ് നിർദ്ദേശങ്ങൾ. മേഖലയിലെ സംഘർഷത്തെ തുടർന്ന് അടച്ച അബുദാബി ഹിന്ദു ക്ഷേത്രം തുറക്കുന്നു. ഈ മാസം 14 മുതൽ സന്ദർശകർക്ക് പ്രവേശനം അനുവദിക്കുമെന്ന് ക്ഷേത്രം മാനേജ്മെന്റ് അറിയിച്ചു. രാവിലെ 9 മുതൽ രാത്രി 8 മണി വരെ സന്ദർശകർക്ക് പ്രവേശനം അനുവദിക്കും. UAEയുടെ അതിവേഗ പേയ്മെന്റ് പ്ലാറ്റ്ഫോമായ ആനിയുടെ ഉപഭോക്താക്കളുടെ എണ്ണത്തിൽ വർധന. നിലവിൽ 12.5 മില്യൺ ഉപയോക്താക്കൾ ആനി ഉപയോഗിക്കുന്നുണ്ടെന്ന് UAE ദേശീയ വാർത്താ ഏജൻസിയായ വാം റിപ്പോർട്ട് ചെയ്യുന്നു. UAE സെൻട്രൽ ബാങ്കിന്റെ സബ്സിഡറിയായ അൽ എത്തിഹാദ് പേയ്മെന്റ്സ് ആണ് ആനിയുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത്. കഴിഞ്ഞ വർഷം പ്രതിമാസം 10% വീതം വർധനവ് ആനി പേയ്മെന്റ് സംവിധാനത്തിന്റെ ഉപയോഗത്തിൽ ഉണ്ടാകുന്നുണ്ടെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. മൊബൈൽ നമ്പർ, എമിറേറ്റ്സ് ID, ഇമെയിൽ ID എന്നിവ ഉപയോഗിച്ചുള്ള QR കോഡ് പേയ്മെന്റുകൾ ആനി വഴി സാധിക്കും. ഒന്നിലധികം ബാങ്ക് അക്കൗണ്ടുകളും ഡിജിറ്റൽ വാലറ്റുകളും കൈകാര്യം ചെയ്യാനുള്ള സൗകര്യവും ആനിയിലുണ്ട്. ജിദ്ദ OICC മലപ്പുറം ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് അവലോകന പരിപാടി സംഘടിപ്പിച്ചു. ഷറഫിയിൽ നടന്ന പരിപാടിയിൽ തെരഞ്ഞെടുപ്പിന്റെ വിവിധ ഘട്ടങ്ങളിലെ പ്രചാരണ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുകയും ജയപരാജയ സാധ്യതകൾ വിലയിരുത്തുകയും ചെയ്തു. ജനറൽ സെക്രട്ടറി ഇൻചാർജ് UM ഹുസൈൻ മലപ്പുറം അധ്യക്ഷത വഹിച്ചു. 90 മുതൽ 112 വരെ സീറ്റുകൾ നേടി UDF അധികാരത്തിൽ തിരിച്ചെത്തുമെന്ന് അംഗങ്ങൾ പ്രത്യാശ പ്രകടിപ്പിച്ചു. പ്രവാസ ലോകത്ത് UDFന് അനുകൂലമായ ശക്തമായ പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തിയതിനെ യോഗം അഭിനന്ദിച്ചു. മുൻ ജീവനക്കാരുടെ യാത്രാ ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട കേസിൽ കമ്പനിക്കെതിരെ അവസാന കോടതി വിധി വന്നെന്ന തരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്രചാരണങ്ങൾ തെറ്റിദ്ധാരണ സൃഷ്ടിക്കുന്നതാണെന്ന് കുവൈറ്റ് എയർവേസ്. ഒരു അഭിഭാഷകൻ കേസിൽ അനുകൂല വിധി തേടിയെന്ന അവകാശവാദങ്ങൾ പൂർണ്ണമായ വിവരങ്ങൾ ഉൾക്കൊള്ളാതെയും നിയമ നടപടികളെ തെറ്റായി അവതരിപ്പിക്കുന്നതുമാണെന്നും എയർലൈൻ വ്യക്തമാക്കുന്നു. ചിലർ നിയമ നടപടിക്രമങ്ങളെക്കുറിച്ചുള്ള പൊതുജനങ്ങളുടെ പരിമിതമായ അറിവ് ദുരുപയോഗം ചെയ്ത് വ്യക്തിഗത ലാഭത്തിനായി ഭാഗിക വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ടെന്നും കമ്പനി ആരോപിച്ചു. നിലവിൽ കേസുമായി ബന്ധപ്പെട്ട വിധി അന്തിമമല്ലാത്ത വിധിയാണെന്നും സമാന വിഷയങ്ങളിൽ മുമ്പുണ്ടായ വിധികൾ കമ്പനിയുടെ നിലപാടിനെ ശരിവച്ചതാണെന്നും കുവൈറ്റ് എയർവേസ് വ്യക്തമാക്കുന്നു. ഇനി മറ്റു വാർത്തകൾ നോക്കാം. കുംഭമേളയിലെ വൈറൽ താരത്തിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പ്രതിരോധത്തിലായി CPM. സംഭവത്തിൽ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. CPM നേതാക്കൾക്കെതിരെ BJPയും രംഗത്ത് വന്നതോടെ വിഷയത്തിന് രാഷ്ട്രീയ മാനവും കൈവന്നിരിക്കുകയാണ്. ബഹിരാകാശ ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ച് ആർട്ടിമിസ് 2 ദൗത്യ സംഘം തിരിച്ചെത്തി. പുലർച്ചെ 5:37 പസഫിക് സമുദ്രത്തിൽ യാത്രികരെയും വഹിച്ചുകൊണ്ടുള്ള ഒറിയോൺ ഇന്റർഗറ്റി പേടകം സ്പാഷ് ഡൗൺ ചെയ്തത്. ചിക്കമംഗളൂരുവിൽ വിനോദയാത്രയ്ക്കിടെ മരണപ്പെട്ട പാലക്കാട് സ്വദേശിനി ശ്രീനന്ദയ്ക്ക് കണ്ണീരോടെ വിട നൽകി നാട്. ഐവർമഠം ശ്മശാനത്തിൽ സംസ്കാര ചടങ്ങുകൾ നടന്നു. ശ്രീനന്ദയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ നിരവധി പേരാണ് ഒഴുകിയെത്തിയത്.
കായിക വാർത്തകൾ നോക്കാം. IPL-ൽ ആദ്യ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ ഉജ്ജ്വല വിജയവുമായി പഞ്ചാബ് കിങ്സ്. 6 വിക്കറ്റിനാണ് ജയം. ആദ്യം ബാറ്റ് ചെയ്ത ഹൈദരാബാദ് ഉയർത്തിയ 220 റൺസ് വിജയലക്ഷ്യം 18.5 ഓവറിൽ 4 വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി മറികടന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.